ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം രക്ഷ അഥവാ സാൽവേഷൻ എന്നുള്ളതാണ്. അതിനാധാരമായി നമുക്ക് അപ്പോസ്തലപ്രവൃത്തികൾ 4:12 വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. രക്ഷ എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി മനുഷ്യർ ചിന്തിക്കുന്നത് ശരീരത്തിൻ്റെ രക്ഷയാണ്. രോഗത്തിൽ നിന്നുള്ള വിടുതൽ, അതുപോലെ ആപത്തിൽ നിന്നുള്ള വിടുതൽ, ഇങ്ങനെ ശരീരത്തിൻ്റെ രക്ഷയാണ് മനുഷ്യർ സാധാരണയായി അവരുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഭൂരിഭാഗം ജനങ്ങളും അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷ എന്ന വാക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ 60 പ്രാവശ്യത്തിലധികം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മിക്കതും ആത്മരക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. ആർക്കാണ് രക്ഷ ആവശ്യമായിരിക്കുന്നത്? മനുഷ്യവർഗം മുഴുവൻ, പാശ്ചാത്യനും പൗരസ്ത്യനും സ്ത്രീയും പുരുഷനും ധനവാനും ദരിദ്രനും എല്ലാ തുറയിൽപ്പെട്ടവർക്കും എല്ലാ മനുഷ്യർക്കും രക്ഷ ആവശ്യമാണ്. എന്തുകൊണ്ട് നാം രക്ഷിക്കപ്പെടണം? അതിൻ്റെ ഉത്തരം നമ്മൾ റോമാലേഖനം 3:23 വാക്യത്തിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ കാണുന്നത് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. പാപത്തിൻ്റെ ഫലമായി മനുഷ്യർ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് കീഴിലായി തീർന്നു. പാപത്താൽ മനുഷ്യൻ ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കേണ്ടവനായി തീർന്നു എന്ന് ഉൽപ്പത്തി 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പാപം ചെയ്ത മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് ഒളിക്കുന്നവനായി തീർന്നു. ഉൽപ്പത്തി 3:8 നമ്മളത് കാണുന്നു. പാപമെന്ന വാക്കിന് ലക്ഷ്യം തെറ്റുക എന്ന അർത്ഥമാണുള്ളത്. പാപത്തിൻ്റെ പ്രകൃതിയെ വ്യക്തമാക്കുന്ന പല വാക്കുകളും മൂലഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് ട്രാൻസ്ഗ്രഷൻ അഥവാ ലംഘനം. ലംഘനമെന്നാൽ പ്രമാണങ്ങളെ ലംഘിക്കുന്നതാണ്. നന്മയ്ക്കും തിന്മയ്ക്കും മധ്യേയുള്ള ദൈവിക സീമയെ അതിലംഘിക്കുന്നതാണ് ലംഘനം എന്ന് പറയുന്നത്. നാം സങ്കീർത്തനം 51:1 വാക്യത്തിൽ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. അതുപോലെ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇളയ മകനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവന് മാനസാന്തരം വന്നപ്പോൾ അവൻ പറയുന്നു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് നമ്മൾ കാണുന്നത് അകൃത്യം. എന്താണ് അകൃത്യം എന്ന് പറഞ്ഞാൽ? സ്വാഭാവികമായി ചെയ്യരുതാത്തത് ചെയ്യുന്നതാണ് അകൃത്യം അഥവാ ഇനിക്വിറ്റീസ് എന്ന് പറയുന്നത്. സങ്കീർത്തനം 51:9 ദാവീദ് പറയുന്നത്, എൻ്റെ പാപങ്ങളെ കാണാതവണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. മൂന്നാമത് വേറൊരു പദമുണ്ട്, തെറ്റ്.
അത് സത്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. നാലാമത് അതിക്രമം എന്നുള്ള വാക്ക് നാം കാണുന്നു. ട്രെസ്പാസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അനുസരണക്കേടാണത്. എഫേസ്യർ 2:1 നമ്മൾ വായിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നു. അഞ്ചാമത് അധർമ്മം, ലോലെസ് എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണവ്യവസ്ഥയോടുള്ള മത്സരമാണ്. നമ്മളെ 1 തിമോത്തിയോസ് 1:8 വാക്യം വായിക്കുമ്പോൾ 1 തിമോത്തിയോസ് 1:8 വാക്യം, അവിടെ അധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർ. അങ്ങനെ അനേക കാര്യങ്ങൾ ഇവിടെ ഈ ലിസ്റ്റിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആറാമത് നമ്മൾ കാണുന്നത് അവിശ്വാസം അഥവാ അൺബിലീഫ്. അൺബിലീഫ് എന്ന് പറഞ്ഞാൽ, അവിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യങ്ങളെ തുച്ഛീകരിക്കുക, അത് അലക്ഷ്യമാക്കുകയും ചെയ്യുക. ദൈവിക സത്യങ്ങളെ കർത്താവ് പറഞ്ഞല്ലോ, അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് തന്നെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് അവിശ്വാസം, അൺബിലീഫ് എന്ന് പറയുന്നത്. പാപം ഒരു പ്രവൃത്തിയും ഒരു അവസ്ഥയും ഒരു സ്വഭാവവുമാണ്. പാപത്തിൻ്റെ ആവിർഭാവം സാത്താനാണ്. യെശയ്യാ 14 നമ്മൾ വായിക്കുന്നു. അത് ആദാമിൽ കൂടെ ഭൂതലത്തിൽ പ്രവേശിച്ചു. റോമർ 5:12 ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ജന്മപാപം, കർമ്മപാപം എന്നിങ്ങനെ പാപത്തെ രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് കഴിയും. അത് ജന്മപാപം എന്ന് പറയുന്നത് വേരും, കർമ്മപാപം അതിൻ്റെ ഫലവുമാണ്. റോമർ 6:23 വായിക്കുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മരണമെന്ന് പറയുന്നത് ആത്മീയ മരണവും അതേപോലെ തന്നെ ശാരീരികമായ മരണവും. പാപവും മരണവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം ആദമിനോട് പറഞ്ഞു, വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാം അന്ന് മരിച്ചു. ആത്മീയമായി അവൻ മരിച്ചു. ദൈവവുമായുള്ള ആ കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള ആ സംസർഗം അവൻ്റേത് നഷ്ടപ്പെട്ടു. അതാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. എന്നാൽ ശാരീരിക മരണം പിന്നീട് സംഭവിക്കുകയുണ്ടായി. അതും പാപത്തിൻ്റെ ഫലമായിട്ടാണ്. മനുഷ്യവർഗം മുഴുവൻ പാപികളാണെന്നാണ് ബൈബിൾ പറയുന്നത്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനായാലും അല്ലാതെയുള്ളവരായാലും എല്ലാ മനുഷ്യരും പാപികളാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. റോമാലേഖനം 3:10-12 വരെ വായിക്കുമ്പോൾ നീതിമാൻ ആരുമില്ല. പിന്നെ എടുത്തു പറയുന്നു, ഒരുത്തൻ പോലുമില്ല. എന്നാൽ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5:1 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. വിശ്വാസത്താൽ ഒരിക്കലായി ഒരുവന് നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയും. ആ നീതീകരണം ഒരിക്കലായിട്ട് ലഭിക്കുന്നതാണ്. അത് ആവർത്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ റോമർ 5-ാം അധ്യായം പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്തിൻ്റെ 7 പരിണിത ഫലങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, നീതീകരണത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നത് ദൈവത്തോട് സമാധാനം. നാം ദൈവത്തോട്
ശത്രുക്കളായിരുന്നു. എന്നാൽ നീതീകരണം ലഭിച്ച ഒരുവൻ ദൈവത്തോട് സമാധാനമുള്ളവനായിത്തീരുന്നു. അതുപോലെ തന്നെ ദൈവത്തോട് നിരപ്പ് നമുക്ക് ലഭിക്കുന്നു. ദൈവകൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയും. നീതീകരണത്തിൻ്റെ ഫലമായി നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകർന്നിരിക്കുന്നു. അതുപോലെ ദൈവകോപത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു. മാത്രമല്ല, ദൈവത്തിലുള്ള പ്രശംസ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ഫലമായി നമുക്ക് ഉറപ്പും സമാധാനവും കൂട്ടായ്മയും ലഭിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നാം ബലഹീനരും അഭക്തരും പാപികളും ശത്രുക്കളും ആകുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത്. റോമാലേഖനം 5:12 പാപത്തിൻ്റെ ഉത്ഭവം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആദാമിൽ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയും. ആദാമിൻ്റെ ലംഘനത്തിന് മുൻപേ പാപം ഇല്ലായിരുന്നു, അതുപോലെ മരണവും ഇല്ലായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷാർഹമായ പരിണിത ഫലമാണ് മരണം. 1 കൊരിന്ത്യർ 15:22 ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അതിനാൽ ആദാമിൽ എല്ലാവരും പാപികളാണെന്ന് സിദ്ധിക്കുന്നു. നാം വായിച്ച വേദഭാഗത്തെ അപ്പോസ്തലപ്രവൃത്തി 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ വാക്യത്തിൽ യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്, ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷയെന്ന് വളരെ വ്യക്തമായി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യർ വിവിധ മാർഗങ്ങൾ ഇന്നുപയോഗിക്കുന്നുണ്ട്. ശരീരത്തെ ദണ്ഡിപ്പിക്കുക, വിഗ്രഹങ്ങൾക്ക് നിവേദ്യമർപ്പിക്കുക, അതുപോലെ പള്ളികൾക്ക് പണം കൊടുക്കുക, സാധുക്കളെ സഹായിക്കുക, ജപതപങ്ങൾ അനുഷ്ഠിക്കുക, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ ഇതൊന്നും പര്യാപ്തമല്ല. ഇതെല്ലാം വൃഥാവാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ മാത്രമേ ആത്മരക്ഷയുള്ളൂ. യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നമുക്ക് ജന്മനാ ലഭിക്കുന്ന കാര്യങ്ങളാണ് കോപം, വിദ്വേഷം, കയ്പ് എന്നിവ. ആ ജന്മവാസനയുള്ളവരാണ് ലോകത്തിൽ മനുഷ്യരായി ജനിക്കുന്ന എല്ലാ മനുഷ്യരും. റോമാലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ, നാം എല്ലാവരും പാപം ചെയ്തു. എഫേസ്യലേഖനം 2:8 വാക്യത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് കർമ്മമാർഗമല്ല, പിന്നെ വിശ്വാസമാർഗമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. ഇവിടെ കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കൃപ എന്ന് പറഞ്ഞാൽ അനർഹമായ കരുണയാണ്. അനർഹമായ കരുണ. ശിക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പാപി രക്ഷ പ്രാപിക്കുന്നത് കൃപയാലാണ്, പ്രവൃത്തിയാലല്ല എന്നാണ് ഈ വാക്യം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ രക്ഷ എന്നുള്ള വാക്ക് വർത്തമാനകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് 1 കൊരിന്ത്യർ 1:18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. നാം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഈ ലോക ജീവിതത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനിയും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നാം
രക്ഷിക്കപ്പെടും. ഇതിനെ ആത്മാവിൻ്റെ രക്ഷ, ദേഹിയുടെ രക്ഷ, ശരീരത്തിൻ്റെ രക്ഷ, ഇങ്ങനെ 3 വിധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മെ രക്ഷിക്കുന്നതിന് ദൈവത്തിന് യാതൊരു കടപ്പാടുമില്ല, നമുക്ക് യോഗ്യതയുമില്ല. രക്ഷയ്ക്ക് മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. തികച്ചും അനർഹരായവർക്ക് ദൈവം രക്ഷ ദാനം ചെയ്യുന്നു. ദാനം സ്വീകരിക്കുന്ന ഉപാധിയാണ് വിശ്വാസം. ഒരുവന്റെ സൽപ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടാമെങ്കിൽ ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നാം റോമാലേഖനം 11:6 വായിക്കുന്നത്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. വിശ്വാസം രക്ഷയിലേക്ക് നടത്തുന്നു. റോമാലേഖനം 10:9-10 വായിക്കുമ്പോൾ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല. കർത്താവ് എന്നുള്ള വാക്ക് ശിഷ്യത്വത്തിൻ്റെ ഉരകല്ലാണ്. വിശ്വാസം ഏറ്റുപറച്ചിലിൻ്റെ മുന്നോടിയാണ്. മനുഷ്യരുടെ മുമ്പിൽ അവൻ്റെ നാമത്തിൻ്റെ ഏറ്റുപറച്ചിൽ ആധികാരികമായ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയാണ്. മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരുവൻ ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, ക്രിസ്തുവിനെ അറിയണം. ഹൃദയവും വായും വിശ്വാസവും ഏറ്റുപറച്ചിലും ചേർന്നു പോകുന്ന കാര്യങ്ങളാണ്. ഹൃദയത്തിൽ നിന്നുള്ള അല്ലാത്ത ഏറ്റുപറച്ചിൽ കപടഭക്തിയാണ്. വായി കൂടാതെയുള്ള ഹൃദയം ഭീരുത്വവുമാണ്. അപ്പോസ്തലപ്രവൃത്തി 16:31 നമ്മൾ വായിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ അതുപോലെ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം ഒരുക്കിയ ഈ രക്ഷാ പദ്ധതിയെ അവഗണിച്ചാൽ ആർക്കും തെറ്റിയൊഴിയുവാനായിട്ട് കഴിയുകയില്ല, അതിന് മാർഗവുമില്ല. ദൈവവചനത്തിൻ്റെ മുൻപിൽ മനുഷ്യന് നിഷ്പക്ഷത പാലിക്കുവാനായിട്ട് കഴിയുകയില്ല. യോഹന്നാൻ 3:17 നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ക്രിസ്തു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൽ നമ്മുടെ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രമാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ച് നാം വായിക്കുന്നത് അത് നിത്യരക്ഷ എന്നാണ്. എബ്രായർ 5:9 അത് പറഞ്ഞിരിക്കുന്നു. രക്ഷയിൽ നാം നിത്യജീവൻ പ്രാപിച്ചു കഴിഞ്ഞു. യോഹന്നാൻ 3:16 നമുക്കറിയാവുന്ന വാക്യമാണല്ലോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. അതുപോലെ തന്നെ യോഹന്നാൻ 10:28 കർത്താവ് പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അപ്പോൾ വിശ്വാസി ദൈവശക്തിയാൽ കാക്കപ്പെടുന്നു. നമ്മുടെ രക്ഷ എതിർച്ചയ ഉള്ളതല്ല. സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതാണെന്ന് 2 തിമോത്തിയോസ് 1:9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പ്രവൃത്തി 13:48 നിത്യജീവനായി
നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു എന്ന് നമ്മൾ കാണുന്നു. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. നോക്കുക, 1 പത്രോസ് 4-5 വാക്യത്തിൽ, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ആ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. രക്ഷയ്ക്കായി നമ്മുടെ യാതൊരു പുണ്യകർമ്മങ്ങളോ നമ്മുടെ യാതൊരു കർമ്മ പദ്ധതികളോ ദൈവത്തിന് സ്വീകാര്യമല്ല. രക്ഷയ്ക്കായിട്ട് നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ മാത്രം എന്ന് നമ്മൾ പ്രവചനത്തിൽ വായിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അത് മാത്രം ചെയ്താൽ മതി. അതിനുവേണ്ടിയാണ് സ്വർഗം വെടിഞ്ഞ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് നമ്മുടെ കർത്താവ് കരേറിപ്പോയിരിക്കുന്നു. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. രക്ഷയെക്കുറിച്ച് എഴുതിയ ഒരു പാട്ട് 1-2 അടികൾ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ നാമത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവവചനം ശ്രവിക്കുവാനും അടിയങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം. അത് തിരുത്തുവാനോ അതിനോട് ചേർക്കുവാനോ അതിൽ നിന്ന് കുറയ്ക്കുവാനോ മനുഷ്യന് അവകാശമില്ല. അങ്ങനെയുള്ളവർ ശിക്ഷാവിധി ചുമക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. ആ നിർമ്മല വചനം ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ, ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ, ശരീരത്തിൻ്റെ രക്ഷ, ദേഹിയുടെ രക്ഷ ഇവ ഞങ്ങൾ പ്രാപിക്കും. ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ കർത്താവെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ആ ഒരു സുദിനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അന്ന് ഞങ്ങളുടെ ആത്മാവിൻ്റെയും ദേഹിയുടെയും രക്ഷ സാധിക്കും. അവിടുത്തെ വാഗ്ദത്തം അത് നിവർത്തിക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിനെ ഇതുവരെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കാതെ തങ്ങളുടെ സ്വന്തം വഴികളിൽ ജീവിക്കുന്ന ആരെങ്കിലും കർത്താവെ ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കുകയും ചെയ്യണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് രക്ഷിക്കുവാൻ മതിയായവനാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ലെന്ന് പറഞ്ഞ കർത്താവെ, അവിടുത്തെ എല്ലാ കൃപകൾക്കായും നന്ദിയോടെ സ്തോത്രം. വചനം കേട്ടവരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.